നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 524. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 524. കഴിഞ്ഞ എപ്പിസോഡിൽ സർഗം 16 ഭഗവാന്റെ ലീലാകാന്ഡം എന്നുള്ള ഭാഗം കേട്ടോ. അപ്പോൾ അതിൽ പൂതനാമോക്ഷം ഭാഗം 2 പറഞ്ഞത്. അതിൽ അവസാനത്തെ ശ്ലോകം 25 പറഞ്ഞിട്ടാണ് നിർത്തിയത്. ശ്രീ ശുഗമുനി അരുളി ചെയ്തുള്ളതാം ഈ ചരിത്രം പ്രകടിതവരവാത്സല്യാതിരേകം പവിത്രം നുകരുക ജനമേ നീ സച്ചിദാനന്ദഗന്ധത്തികവുലകിതിൽ വീശും പൂതനാമോക്ഷമമ്പാൽ. പൂതനാമോക്ഷം എന്നുള്ള കഥയിലെ തത്വങ്ങൾ എത്ര പാപിയാണെങ്കിലും ഭഗവാൻ മോക്ഷം കൊടുക്കുന്നതാണ് അതിലത്തെ തത്വം. അത് സ്വീകരിച്ചും കൊണ്ട് നുകരുക ജനമേ നീ സച്ചിദാനന്ദഗന്ധം. ജനങ്ങളെ നിങ്ങൾ ഉത്ബോധരാകുവിൻ, സദാസേവ്യ ഭാഗവതത്തെ സേവിക്കൂ, ഭാഗവതാമൃതം നുകരൂ, മനസ്സിലുള്ള അങ്കലാപ്പുകളെ ബാണം കെട്ടി പുറത്തിടും. ഇതാണ് ഇതിൻ്റെ ആത്മീയ വശം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്കതിലെ 17ാമത്തെ സർഗ്ഗമാണ് പറയേണ്ടത്. എന്താ? ഗോപികരുടെ സ്വൈര സംഭാഷണം എന്നാണ് അതിൻ്റെ പേരെന്നെ. യശോദതൻ മണിപ്പൈതൽ അമ്പാർന്നങ്ങനെ നാൾക്കുനാൾ വളർന്നിടുന്നു, സർവർക്കും പരമപ്രേമഭാവവും. ഗോകുലത്തിലുള്ള ഗോപന്മാർക്കും ഗോപസ്ത്രീകൾക്കും പരമപ്രേമഭാവം ഈ ഉണ്ണികൃഷ്ണനിൽ ഉണ്ടായി തുടങ്ങി. ഇതാണ് നമുക്കും ആവശ്യം. വിഗ്രഹത്തിൻ്റെ മുമ്പ് പോയിട്ട് നമ്മൾ കരയല്ല വേണ്ടത്. പരമപ്രേമഭാവം എക്സ്പ്രസ് ചെയ്യുക. കൃഷ്ണ, ഗുരുവായൂരപ്പ, അങ്ങല്ലാതെ കണ്ട് എനിക്ക് ഒരു തുണയില്ല. അങ്ങ് സച്ചിദാനന്ദ സ്വരൂപനാണ്. ഞാൻ സച്ചിദാനന്ദത്തെ അടയുന്നു, അല്ലെങ്കിൽ സച്ചിദാനന്ദത്തെ അനുഭവിക്കുന്നു. ഞാൻ അങ്ങായി തീരണു എന്ന് പറഞ്ഞാൽ എന്തായി? അഹം ബ്രഹ്മാസ്മിയായി. ഈ ഒരു രീതി ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. 2ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? നന്ദഗോപാലഗേഹത്തിൽ വന്ന് ആ ഗോപികൾ ഏവരും കാർവർണ്ണൻ ഉണ്ണിയെ കണ്ടുകൊണ്ടേ മേവുന്നു നിത്യവും. എല്ലാ ദിവസവും ഈ കുട്ടീനെ വന്ന് കാണാന്നുള്ളത് ഒരു വ്രതമായിട്ട് അവർ സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോൾ കാർവർണ്ണൻ ഉണ്ണിയെ കണ്ടുകൊണ്ടേ മേവുന്നു നിത്യവും, പട്ടുപാവാടയും ചുറ്റി മിന്നീടും മുത്തുമാലയും അണിഞ്ഞ് കുറിയും തൊട്ടു പൊന്നിൻ പാദസരങ്ങളും കിലുങ്ങുമാറെ ഗോപാല പെൺകിടാങ്ങൾ അണഞ്ഞുടൻ മണിവർണ്ണൻ്റെ മുമ്പാകെ വിളങ്ങിയിടുന്നു ധന്യകൾ. 2-4 വയസ്സായിട്ടുള്ള കുട്ടികളുടെ മനോഗതിയാണ് പറഞ്ഞത്. അത് നമ്മൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ സാധിക്കണില്ല. കാരണം എന്താ? നമ്മുടെ ഉള്ളിലുള്ള യുഗോ, അഹങ്കാരം, എനിക്കെല്ലാം അറിയാം, അവിടെയാണ് തെറ്റുപറ്റുന്നത്. കിലുങ്ങുമാറ് ഗോപാല പെൺകിടാങ്ങൾ അണഞ്ഞുടൻ മണിവർണ്ണൻ്റെ മുമ്പാകെ വിളങ്ങിയിടുന്നു ധന്യകൾ. അപ്പോൾ ഗോപസ്ത്രീകൾ ധന്യകളാണെന്ന് പറയുമ്പോൾ അവരാരായിരിക്കണം? അവരാരാണ്? ദേവന്മാരും ഋഷീശ്വരന്മാരും ഭഗവാനെ സേവിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരാണ്, ഭഗവാന്റെ ആദേശപ്രകാരം. ഇതേ ശ്രീഹരി മഹാവിഷ്ണു ശ്രീരാമാവതാരം എടുക്കുമ്പോൾ എന്താ പറഞ്ഞത്? നിങ്ങളേവരും വാനരന്മാരായിട്ട് വരും എന്നെ സേവ ചെയ്യാൻ. അപ്പോൾ ഭഗവാൻ പലതും നമ്മൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഭഗവാൻ പല വേഷങ്ങളും കെട്ടിയാടി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഭഗവാൻ തരുന്ന വേഷങ്ങൾ നമ്മൾക്ക് കെട്ടിയാടാൻ സാധിക്കണില്ല. കാരണം എന്താ?
അജ്ഞത. അവരവർ ചെയ്യുന്ന കർമ്മങ്ങളാണ് അവരവർ അനുഭവിക്കണത് എന്നുള്ള മഹത് വാക്യം നമ്മൾ പഠിച്ചിട്ടില്ല. അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ അന്നന്ന് വരുന്ന ദുഃഖങ്ങളെ ഈശ്വരൻ്റെ വരദാനമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പോൾ ഇവിടെ എന്തായി? 2 4 വയസ്സായ കൊച്ചുകോപികൾ അങ്ങനെ ഉണ്ണിക്കരികിൽ വന്ന് ഓമൽ പൂങ്കാൽ നീട്ടിയിരിക്കയാം. വയസ്സായിട്ടുള്ളവർ ഇരിക്കണ കൂട്ടത്തിൽ 2 4 വയസ്സായിട്ട് കുട്ടികളെ കാല് നീട്ടി ഭഗവാനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ കൊഞ്ചിച്ചും കൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 3 ഡൈമെൻഷൻ അവരവരുടെ മനസ്സിൽ കെഞ്ചി കെഞ്ചി ഉരയ്ക്കുന്നു മടിയിൽ തെല്ലിരുത്തിടാൻ യശോദയോതിനാൾ അത്രയ്ക്കായിട്ടില്ല കിടാങ്ങളെ. കുട്ടികൾ പറയണേ, കാല് നീട്ടി ഉണ്ണികൃഷ്ണനെ നോക്കി മനം കുളിരുമാറ് നോക്കിക്കണ്ട് ആനന്ദരസം അനുഭവിക്കുന്ന കുട്ടികൾ യശോദയോട് പറയണു, യശോദമ്മേ, ഈ കൊച്ചിനെ ഞങ്ങളുടെ മടിയിലൊന്ന് എടുത്തു വെച്ച് തരൂ. അപ്പോൾ യശോദമ്മ പറയാ, ആയിട്ടില്ല മക്കളെ. അതായത് നിങ്ങൾക്കും ആയിട്ടില്ല, ഈ കിടക്കുന്ന കുട്ടിക്കും ആയിട്ടില്ല മടിയിൽ കിടത്താൻ. അതാണ് യശോദയോതിനാൽ അത്രയ്ക്കായിട്ടില്ല കിടാങ്ങളെ. എന്തൊരു ട്രാൻസ്പാരൻ്റ് സംവാദം നടക്കണത് അല്ലേ? ആ തൂലിക ചലിപ്പിക്കുന്ന വേദവ്യാസരെ എത്ര നമിച്ചാലും പോരാ. വിളിച്ചു രോഹിണി ദേവി പഴവും മുന്തിരിങ്ങയും കൽക്കണ്ടവും കനിഞ്ഞോരോ കിടാങ്ങൾ അതിഭംഗിയിൽ പിന്നെയും നീട്ടും ഓമൽ കൊച്ചുകരങ്ങളിൽ എടുത്തെടുത്തു നൽകുന്നു മഹാഭാഗ്യം എന്നവൾ. യശോദയും പിന്നെ ആരാന്നാ പറഞ്ഞത്? രോഹിണി ദേവിയും വാദിച്ച് അവിടെ വരുന്ന കിടാങ്ങൾക്ക്, കൊച്ചുങ്ങൾക്ക് കൽക്കണ്ടം, മുന്തിരി അങ്ങനെ എടുത്തു കൊടുക്കണം. വാങ്ങണവർ പിന്നെയും വാങ്ങിക്കൊണ്ടിരിക്കണു. ഇവർ വാദിച്ച് കൊടുക്കണു, ഇവർ വാദിച്ച് വാങ്ങണു. പിന്നെയും നീട്ടും മോമൽ കൊച്ചുകരങ്ങളിൽ എടുത്തെടുത്തു നൽകുന്നു മഹാഭാഗ്യമി എന്നവൾ. നന്ദഗോപാലൻ ഓരോരോ പൈതങ്ങൾക്കും അതേവിധം പട്ടുകോണകവും പന്തും കിലുക്കും ചെറുചണ്ടയും. അപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ്റെ അച്ഛനായിട്ട്, വളർത്തച്ഛനായിട്ട് വരുന്ന നന്ദഗോപര് ധാരാളം പട്ടുകോണകങ്ങൾ, പന്ത്, കിലുക്കം, ചെറിയ ചെണ്ടകളൊക്കെ വാങ്ങി 2 4 വയസ്സായുള്ള കുട്ടികൾക്ക് കൊടുക്കുകയാണ്. കോണകം കൊടുക്കുക, അതേപോലെ പന്ത് കൊടുക്കുക, കിലുക്കം, ചെറുചണ്ട. അപ്പോൾ ഈശ്വര പ്രതിബിംബങ്ങൾ എന്നോർത്തേകുന്നു പുണ്യവാൻ. ഈ കാണപ്പെടുന്ന 2 4 വയസ്സായിട്ട് ഭഗവാനെ കാണാൻ വരുന്ന കുട്ടികളൊക്കെ ഭഗവത് സ്വരൂപികളാണ് എന്നുള്ള രീതിയിലാണ് നന്ദഗോപുര് കൊടുക്കുന്നത്. അപ്പം ഞാനും നിങ്ങളും അമ്പലത്തിൽ അന്നദാനം വഴിപാട് ചെയ്യുമ്പോൾ ഇത് കഴിക്കാൻ വരുന്നവരെ വിശപ്പടക്കാൻ വേണ്ടി വരുന്നവരല്ല, മറിച്ച് ഈശ്വരൻ തന്നെ പല രൂപത്തിൽ വരണു എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ട് എല്ലാ ആളുകളിലും ജാതി മതഭേദമില്ലാണ്ട്, പ്രായാധിക്യ ഭേദമില്ലാതെ കണ്ട്, ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നുള്ള ഭേദം കാണിക്കാണ്ട് എല്ലാവരും തുല്യ ആത്മാക്കളാണ് എന്നുള്ളൊരു ബോധത്തിൽ നിങ്ങൾ വഴിപാട് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ മനസ്സ് കുളിരും. മാത്രമല്ല, നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്യും. എല്ലാം സങ്കല്പത്തിൻ്റെ ബലമാണ്. എന്ത് നന്മ സങ്കല്പിക്കണോ അത്രയും നന്മ നമ്മൾക്കുണ്ടാവും. നമ്മൾ എത്ര ദുരിതം മറ്റുള്ളവർക്ക് സങ്കല്പിക്കണോ അത്രയും ദുരിതം നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതെല്ലാം വാങ്ങി അന്യോന്യം കാണിച്ചവർ കളിക്കയാം. കുട്ടികൾ, എൻ്റെ കോണകം കണ്ടുവോ? എനിക്ക് കിട്ടിയ ചെണ്ട കണ്ടുവോ? എനിക്ക് കിട്ടിയ പന്ത് കണ്ടുവോ? നിൻ്റെ പന്തിൻ്റെ നിറം എന്താണ്? നിൻ്റെ ചെണ്ട കൊട്ടിയ ശബ്ദമുണ്ടോ? എൻ്റെ ചെണ്ടയിലെ ശബ്ദം ഇതാ. ഇങ്ങനെ പരസ്പരം സന്തോഷാധിക്യം കൊണ്ട് ഒരു ഉത്സവ പ്രതീതിയാക്കി മാറ്റിയെന്നാണ് പറഞ്ഞത്. ഈ വണ്ണം ഗോകുലത്തിങ്കൽ ഉത്സവം തന്നെ നിത്യം.
എന്നിട്ടോ വൈകുണ്ഠത്തിനുമായി നാണം സ്വർഗത്തെക്കാളും എത്രയോ മികവാർന്നുടനൻ അന്നേക്കും മിന്നിപ്പോയി നന്ദഗോകുലം. വൈകുണ്ഠം നാണിച്ചു എന്നർത്ഥം. ഗോകുലത്തിലത്തെ സൗന്ദര്യം, ഗോകുലത്തിലെ ഉണ്ണികൃഷ്ണൻ ഭൂജാതനായപ്പോൾ ലക്ഷ്മി ദേവി എല്ലാ ഋതുക്കളിലും ഉണ്ടാവുന്ന ഭാവവ്യത്യാസമില്ലാതെ കണ്ട് വസന്തം അണിഞ്ഞുന്നാ. എല്ലാ മരങ്ങളും പൂത്തുലഞ്ഞ് കാച്ച് നിൽക്കണം. അതാണ് വസന്തം. അതാണ് അവരുടെ സ്വർഗത്തെക്കാളും ഗോകുലം ശ്രേഷ്ഠമായി തീർന്നു. മികവാർന്ന എന്നേക്കും മിന്നിപ്പോയി നന്ദഗോകുലം നല്ലോര് അങ്ങെക്കെങ്ങയോ നിന്നെങ്ങെത്തുന്നു ദിവസം പ്രതി വളരെ വിദൂരത്തിൽ നിന്ന് നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് അതിഥികൾ വരികയാണ്. ആരെ കാണാൻ? ഭഗവാൻ ഉണ്ണികൃഷ്ണനെ കാണാൻ വേണ്ടി വളരെ വിദൂരത്തുനിന്ന് എല്ലാ ദിവസവും പുതിയ പുതിയ ആൾക്കാർ വന്ന് കണ്ടുകൊണ്ട് മടങ്ങിപ്പോവുക ചെയ്യണത്. അപ്പോൾ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതെ, നല്ലോര ഒക്കെയോ നിന്ന് അങ്ങെത്തുന്നു ദിവസം പ്രതി യഥാർത്ഥ പ്രേമമുള്ളേടം സൽഗുണങ്ങൾ വരും വിധം. വീടായാലും ഓഫീസായാലും ശ്രദ്ധിക്കുക, വീടായാലും ഓഫീസായാലും യഥാർത്ഥ പ്രേമമുണ്ടെങ്കിൽ സൽഗുണങ്ങൾ വരും വിധം. സൽഗുണങ്ങൾ വരും. സൽഗുണങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ വ്യക്തികൾ എന്ത് ചെയ്യണം? ഉള്ളിൽ പ്രേമം ഉണ്ടായിരിക്കണം. അതായത് എൻ്റെ ഉള്ളിൽ ശ്രീകൃഷ്ണനാണ്, എൻ്റെ ഉള്ളിൽ ശ്രീരാമനാണ്, എൻ്റെ ഉള്ളിൽ മഹാവിഷ്ണു തന്നെയാണ്, എൻ്റെ ഉള്ളിൽ പരബ്രഹ്മമാണ്, ഞാൻ പരമാത്മ ചൈതന്യമാണ് എന്ന് ഉറച്ചു കഴിഞ്ഞാൽ സൽഗുണങ്ങൾ വരെയും. ചിലേടം ഗോപിമാർ തമ്മിലിഷ്ടം പോലൊരു ചെയ്യുകയാം. ചില സ്ഥലത്ത് നോക്കുമ്പോൾ 3-4 ഗോപസ്ത്രീകൾ വട്ടത്തിൽ നിന്നിട്ട് എന്തൊക്കെ സംസാരിക്കുന്നത് എന്താ? കൃഷ്ണൻ്റെ ഭംഗി, കൃഷ്ണൻ്റെ കുസൃതികൾ. കൃഷ്ണനെ നോക്കി നിൽക്കുമ്പോൾ സമയം പോണത് അറിയണില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ പറഞ്ഞത്. ചിലേടം ഗോപിമാർ തമ്മിലിഷ്ടം പോലൊരു ചെയ്യുകയാം കാർവർണ്ണൻ ഉണ്ണിയിൽ പ്രേമം തുളുമ്പും അതിധന്യകൾ. അപ്പോൾ ഒരു കുട്ടീനെ കണ്ടാൽ ആ കുട്ടി ദേവൻ്റെ പ്രതിനിധിയാണ് എന്നുള്ള, അല്ലെങ്കിൽ ആത്മീയ ചൈതന്യമുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ആ കുട്ടിയുടെ ജാതി മതം നമ്മൾ നോക്കില്ല. ജാതി മതം നോക്കുന്നത് അല്പജ്ഞത കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. എല്ലാ ജീവജാലങ്ങൾക്കും ചൈതന്യം ഉണ്ട് എന്നുള്ള സുവിധമായ അറിവ്, ധാരണ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ പറഞ്ഞു ചിലേടം ഗോപിമാർ തമ്മിലിഷ്ടം പോലൊരു ജയകയാം കാർവർണ്ണൻ ഉണ്ണിയിൽ പ്രേമം തുളുമ്പും അതിധന്യകൾ. അവർ ധന്യകളാണ്. അന്ന് ആ രാക്ഷസിയെ കണ്ടു പേടിച്ചു ഗോപരൊക്കെയും ധൈര്യമാണുങ്ങളെക്കാളും നമ്മൾക്കാണല്ലയോ സഖി. അപ്പോൾ വേറൊരു കൂട്ടത്തിൽ ചിലവർ പറഞ്ഞതേ, ഈ ഗോകുലത്തിലുള്ള ഗോപന്മാർക്കൊക്കെ ധൈര്യമില്ല. പൂതന ചത്ത് മലർന്നു കിടക്കുമ്പോൾ പൂതനയുടെ സ്ഥലങ്ങൾക്കും വയറിനും മധ്യത്തിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ കടന്ന് കളിക്കുമ്പോൾ നമ്മളല്ലേ കോണി വെച്ച് ആ കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട്, പൂതനയുടെ ശവശരീരമാകുന്ന കുന്നിൻ്റെ മുകളിൽ കയറിയിട്ട് ആ കൊച്ചിനെ നമ്മൾ വീഴാതെ കോണിപ്പടികളൊക്കെ ഇറക്കി യശോദമ്മയുടെ കയ്യിൽ കൊടുത്തു. യശോദമ്മ പശുവിൻ്റെ വാലുകൊണ്ട് കുട്ടിയുടെ 12 അംഗങ്ങൾ ദാമോദര കേശവ എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു. കുട്ടിയുടെ പേടിയൊക്കെ മാറ്റി. എന്താ ഈ ഗോപന്മാർക്ക് ഇത്ര ലജ്ജ? അല്ലെങ്കിൽ ഗോപന്മാർക്ക് എന്താ ഇത്ര അധൈര്യം? നമ്മൾക്ക് എന്തുകൊണ്ടാണ് ധൈര്യം? കാരണം നമ്മൾ ആരാ? നമ്മൾ ഈശ്വര കൃപ അനുഭവിക്കുന്നവരാ. ഇതാണ് അവരുടെ വാദഗതി. അന്ന് ആ രാക്ഷസിയെ കണ്ടു പേടിച്ചു ഗോപരൊക്കെയും ധൈര്യമാണുങ്ങളെക്കാളും നമ്മൾ കാണല്ലയോ സഖി. എനിക്ക് ഈ ഉണ്ണിയെ കണ്ട് ഉള്ള നാൾ തൊട്ടു മല്ലികയെ വില പിടിപ്പിച്ചതെന്തോന്നോ കൈവന്നുള്ളത് പോലവേ. വേറൊരു കൂട്ടത്തിൽ ഒരു സഖി വേറെ സഖികളോട് പറയാണ്,
എന്ത് എനിക്ക് ഈ ഉണ്ണിയെ ഉള്ള ദിവസം മുതൽ ഇതുവരെ മല്ലിക എന്നൊരു സ്ത്രീയുടെ പേര് വിളിച്ചിട്ടാണ് പറഞ്ഞത്. വിലപ്പിടിച്ചതെന്തെന്നോ കൈ വന്നുള്ളതുപോലവേ. ഇവിടെ ഒരു ഭാവശുദ്ധി ഉണ്ട്. എന്താ ഭാവശുദ്ധി? കുട്ടി ആരുടെയാ? യശോദമ്മയുടെ. കുട്ടിയുടെ അച്ഛൻ നന്ദഗോപുരം. അവരുടെ വീട്ടിലൊരു ഉണ്ണി ഉണ്ടായത് എനിക്കൊരു നിധി കിട്ടിയ പോലെ എനിക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അത് എൻ്റെ മനസ്സിൻ്റെ ഭാവനാ കൗതുകമാണ്, ഭാവനയുടെ വലിപ്പമാണ്. അടുത്ത് നല്ലൊരു ഉണ്ണി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം, എടുക്കാം, കാണാം, കൊഞ്ചാം, മടിയിൽ വയ്ക്കാം, വലുതായാൽ കാലെടുത്ത് കഴുത്തിൽ വെച്ച് ഞാൻ ഓടും കുട്ടീനെയും കൊണ്ട്, കുട്ടിയെ ഞാൻ ചിരിപ്പിക്കും, കുട്ടീനെ എൻ്റെ പുറത്തിരുത്തി ഞാൻ ആന കളിക്കും, എനിക്ക് എന്തോ ഒരു നിധി കിട്ടിയ കൂട്ടത്തിലാണ് എന്നൊക്കെ ഭാവനാ വൈദഗ്ധ്യം. ഇല്ലാത്തവർക്ക് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും, അങ്ങനെയാണ് പ്രമാണം പറയാം. അപ്പോൾ വിലപ്പിടിച്ചതെന്തെന്നോ കൈ വന്നുള്ളത് പോലവേ, അടഞ്ഞുപോയ ഹൃദയം തുറന്നുള്ളത് പോലവേ. ഹൃദയത്തിൻ്റെ മിടുപ്പ് നിന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഈ ഉണ്ണീനെ കണ്ടതോടുകൂടി എൻ്റെ ഹൃദയം വീണ്ടും പിടിക്കാൻ തുടങ്ങിയതാ. അടഞ്ഞുപോയ ഹൃദയം തുറന്നുള്ളത് പോലവേ തോന്നുന്നു കുഞ്ഞിനെ തന്നെ കണ്ടും കൊണ്ടങ്ങിരിക്കുവാൻ. എനിക്ക് ഉണ്ണണ്ട, എനിക്ക് ഉറങ്ങണ്ട, എനിക്ക് കളിക്കണ്ട, എനിക്ക് കള്ളു കുടിക്കണ്ട, എനിക്ക് ചീട്ട് കളിക്കണ്ട, എനിക്ക് ഈ ഉണ്ണീനെ കണ്ടിരുന്നാൽ മതി. ഇതായിരിക്കണം ഭാവന കൗതുകം. മറ്റുള്ളവരുടെ ദൂഷ്യം പറഞ്ഞേക്കാൾ ഈ ഉണ്ണിയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ആത്മീയ നിർവൃതി. കാരണം എൻ്റെ ആത്മാവ് തന്നെയാണ് ഇവിടെ ബാലനായിട്ട് കിടക്കണതെന്നാ. അവനെ പറ്റിയോ തീടാൻ എന്തൊരാനന്ദമല്ലയോ. നന്ദഗോപരുടെ ഈ ഉണ്ണീനെ പറ്റി എത്ര സംസാരിച്ചാലും മതി വരുന്നില്ല എന്നാ. അതാണ് സത്യം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗവതം എത്ര വായിച്ചാലും മതിയാവണില്ല, ഭാഗവതം എത്ര പറഞ്ഞാലും മതിയാവണില്ല. അതിനൊരു ഉദാഹരണമാണ് പ്രത്യക്ഷത്തിൽ ഇപ്പോൾ ഇന്ന് 3-ാം ദിവസം 21, 22, 23 ഭാഗവതം മൂലം ഒരു തുളസീദളം എന്നുള്ള ഒരു കൂട്ടക്കാർ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ജാതകം എഴുതിയ കുട്ടപ്പ പണിക്കരുടെ 3ാമത്തെ മകൻ്റെ ഭാര്യ കെഞ്ചി പറയുക കാരണം ഞാനതിന് പുറപ്പെട്ടത്. അപ്പോൾ അവർ നിമിത്തം ഞാൻ ഭാഗവതം മൂലം പറയാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം 55, പിന്നത്തെ ദിവസം 56, ഇന്ന് 1 മണിക്കൂറും 1 മിനിറ്റോ അറിയണില്ല സമയം പോണത്. ആദ്യത്തെ ദിവസം ആമുഖം, 2ാമത്തെ ദിവസം ആമുഖം, പിന്നെ ഒരു ശ്ലോകം. ഇന്ന് ഒരു ശ്ലോകം അവസാനിച്ചു. ഇനി നാളെ 4ാം ദിവസം ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളെ കാലത്ത് എയർ ചെയ്യും ഞാൻ. അപ്പോൾ 4 ദിവസം കൊണ്ടാണ് ആദ്യത്തെ ശ്ലോകം പറഞ്ഞ് അവസാനിപ്പിക്കണത്. എന്താണ് കാരണം? ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ഹോംവർക്കുകളൊക്കെ എനിക്ക് തികട്ടി ഇങ്ങനെ വരും. അതുകൊണ്ടാണ് അവനെ പറ്റിയോ തീടാൻ എന്തൊരാനന്ദമല്ലയോ എനിക്കതെല്ലാം കേൾപ്പാനും മമ്മട്ടിൽ തന്നെ ശാരദേ. അപ്പോൾ അവനെപ്പറ്റി ഓതിയിടാൻ എന്തൊരാനന്ദമല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശാരദ പറയുന്ന ഗോപിക പറയണു, എനിക്കതെല്ലാം കേൾപ്പാനും മമ്മട്ടിൽ തന്നെ ശാരദേ. ആ കൊച്ചിനെ പറ്റി താൻ പറയണതൊക്കെ കേൾക്കാൻ എനിക്ക് മനസ്സിന് വലിയൊരു ഇമ്പമുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 19ാമത്തെ ശ്ലോകത്തിൽ പറയണു, അതെ 19ാമത്തെ ശ്ലോകത്തിൽ പഠിപ്പുണ്ടായിരുന്നീടിൽ അന്നു ഞാൻ തീർച്ച മന്നിതിൽ മനോഹര മഹാകാവ്യം എഴുതി തള്ളുമങ്ങിനെ. ഈ ഒരു കുട്ടീനെ കണ്ടിട്ട് എനിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ടെങ്കിൽ ഞാനൊരു ഒരു മഹാകാവ്യം രചിച്ചേനാ. ആലോചിച്ച് നോക്കണം. പഠിപ്പുണ്ടായിരുന്നീടിൽ അന്നു ഞാൻ തീർച്ച മന്നിതിൽ ഈ ഭൂമിയിലെ മനോഹര മഹാകാവ്യം എഴുതി തള്ളും മങ്ങിനെ. പഠിപ്പേ വേണ്ട ഞാനോതാം. അപ്പോൾ വേറൊരു ഗോപിക പറയണേ, എന്തിനാടോ പഠിപ്പ് പറയണു.
എന്ത് പഠിപ്പേ വേണ്ട ഞാൻ ഏതോ മുൾപ്പൂവിൽ പ്രേമമേ മുൾപ്പൂ അല്ല കേട്ടോ, ഉൾപ്പൂവിൽ പ്രേമമേ മതി. ഭഗവാനോട് നമുക്ക് സ്നേഹമല്ല വേണ്ടത്, ഭഗവാനോട് അതിര് കവിഞ്ഞ പ്രേമമാണ് വേണ്ടത്. ഒരു നശ്വരയായ സ്ത്രീനെ പ്രേമിക്കുന്നതിനേക്കാൾ, അല്ലേ അങ്ങനെ പറയണം, അങ്ങോട്ടും നശ്വരനായ ഒരു പുരുഷനെ സ്നേഹിക്കുന്നതിനേക്കാൾ അനശ്വരനായിരിക്കുന്ന നിരാകാരത്തിലുള്ള ഭഗവാനെ അച്യുതായ നമഃ, ചുതിരഹിതനായ അച്യുത നീയേ ശരണം. അപ്പോൾ ആണും പെണ്ണും ശ്രദ്ധിക്കേണ്ട കാര്യം, ആണും നശിക്കും പെണ്ണും നശിക്കും. ആരാ മുന്നേ നശിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അച്യുതായ നമഃ രണ്ട് കൂട്ടരും ഒപ്പം പറയണം. അച്യുതായ നമഃ, അനന്തായ നമഃ, ഗോവിന്ദായ നമഃ, ഗോപാലായ നമഃ, ത്രിവിക്രമായ നമഃ, വാമനായ നമഃ, വിരാജുവായ നമഃ, അങ്ങനെ പറഞ്ഞു ഇരിക്കണം. അപ്പോൾ പഠിപ്പേ വേണ്ട ഞാനോതാം ഉൾപ്പൂവിൽ പ്രേമമേ മതി, കാർവർണ്ണൻ ഉണ്ണിയെ പറ്റി വർണ്ണിക്കയിൽ അതല്ലയോ. അതാണ് സത്യം എന്നാണ് പറഞ്ഞു. 20ാമത്തെ ശ്ലോകത്തിൽ വിശ്വോത്തര മഹാകാവ്യം ത്രിജഗൽ പരിപാവനം. ഈ 3 ലോകത്തിനും വിശ്വോത്തര മഹാകാവ്യം, വിശ്വത്തിൽ ഉത്തരോത്തരം കേമമായിട്ടുള്ള മഹാകാവ്യം. ഈ വണ്ണം ഒരു സൗന്ദര്യം എങ്ങാനും കാണുമോ സഖി. 3 ലോകത്തും ഈ ഉണ്ണിക്കണ്ണനെ പോലെ ഒരു സൗന്ദര്യ കട്ടേനെ കാണാൻ പറ്റില്ല. നിങ്ങൾ ഏത് ലോകോത്തര നിലവാരമുള്ള കാവ്യങ്ങൾ പഠിച്ചോളൂ, കാണില്ല എന്നാ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 22ാമത്തെ ശ്ലോകം മുതൽക്ക് 35ാമത്തെ ശ്ലോകം വരെ എന്താണ് ഈ സംവാദത്തിൻ്റെ വേറൊരു രൂപമാണ്. ഇത് സംവാദം, അത് തന്നെ വേറൊരു എന്താ, നിറമോർക്കുകിൽ മിന്നുന്ന പച്ചക്കല്ലെന്ന പോലവേ. ഭഗവാനെ പറ്റി പറയണം, മഹാകാവ്യം രചിക്കണം ഇവർ. നിറമോർക്കുകിൽ, ഈ കുട്ടീനെ കണ്ടല്ലോ, നമ്മളതങ്ങനെ ഒന്ന് ഓർത്തു നോക്കൂ. പച്ചക്കല്ല് പോലവേ നിറമോർക്കുകിൽ മിന്നുന്ന പച്ചക്കല്ലെന്ന പോലവേ, ശ്രീമുഖം ചന്ദ്രനെ എന്ന പോലെ, മുടിയോ മുകിൽ പോലെ, മുടിയോ കാർമേഘം പോലെ, പരന്നുയർന്ന തൂനെറ്റി പഞ്ചമിത്തിങ്കൾ പോലെവേ. പരന്ന് ഉയർന്ന തൂനെറ്റി. 10-26 വയസ്സല്ല ദിവസമല്ലേ ആയിട്ടുള്ളൂ പ്രസവിച്ചിട്ട്, 28 ദിവസം ആയിട്ടില്ലല്ലോ. പഞ്ചമി തിങ്കൾ പോലവേ, അതായത് കർത്തവാവ് കഴിഞ്ഞിട്ട് പ്രഥമ ദ്വിതീയ തൃതീയ ചതുർത്ഥി കഴിഞ്ഞിട്ട് പഞ്ചമി ദിവസത്തിൽ 5ാം ദിവസത്തിൽ ചന്ദ്രൻ എത്ര ഉണ്ടാവും? അത്ര നല്ല ഗംഭീരമായിട്ടുള്ള നെറ്റി. അതിനിപ്പോൾ ആരപ്പോൾ ആകാശത്തേക്ക് നോക്കണല്ലേ? ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ട് ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത്, നിങ്ങളും നോക്കിയിട്ടുണ്ടാവും. നാട്ടിൽ പോയാലെങ്കിലും നോക്കുക. പഞ്ചമി തിങ്കൾ പോലവേ പുരികം കാമദേവൻ്റെ പൂവില്ലെന്നത് പോലവേ. ഞാൻ ഈ ഒരു അധ്യായം ഇന്നലെ വായിച്ചു. 28 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പോഡിയത്തിൽ കടന്നുറങ്ങുക, ക്ഷീണിച്ചിട്ടേ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. എനിക്കിത് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, അത് കാരണം ഞാൻ അത് എന്താണെന്ന് പറയുക, സാരമില്ല, നാളെ 2ാമത് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ വായിച്ചത് ചിലത് എനിക്ക് ഇന്നലെ വായിച്ചത് ഓർമ്മയില്ല ഉറക്കത്തിൽ. അപ്പോൾ ഇതാണ് ഈ കാമദേവൻ്റെ പൂവില്ലെന്നത് പോലെ, അതായത് ധനുസ് എന്നത് പോലെ എന്നർത്ഥം. ഇന്നലെ ഇത് വായിച്ചതായിട്ട് ഓർക്കണില്ല, ഉറങ്ങിപ്പോയി. മനുഷ്യന് ശരീരത്തിന് ക്ഷീണം പറ്റിയ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ പരന്നുയർന്ന തൂനെറ്റി പഞ്ചമി തിങ്കൾ പോലവേ പുരികം കാമദേവൻ്റെ പൂവില്ലെന്നത് പോലവേ നീണ്ടിടം പെട്ട നേത്രങ്ങൾ നീണ്ട കൺകൾ നീലത്താരിതൾ പോലവേ നല്ല നീലത്താമരയുടെ വലിയ ദളം പോലെയുള്ള നീണ്ട കണ്ണുകൾ നീണ്ടിടം പെട്ട നേത്രങ്ങൾ നീലത്താരിതൾ പോലവേ തിരുനാസികയോ ചൊല്ലാം എള്ളിൻ പൂവെന്ന പോലവേ എള്ളിൻ്റെ പൂവ് മൂക്ക് പോലെയാണ് എന്നർത്ഥം ഭംഗിയുള്ള മൂക്ക് പോലെ
പൂണ്ടോ പൂണ്ടോ എന്നല്ല, ചുണ്ടോ ലൈറ്റ് ഇവിടുന്ന് മാത്രമേ ഉള്ളൂ, മുളന്നില്ല, പുസ്തകത്തിലേക്ക് കാണാനില്ല, എന്താ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഉയർത്തി പിടിക്കാം. അപ്പോൾ ചുണ്ടോ തൊണ്ടിപ്പഴം പോലെ കവിൾ കണ്ണാടി പോലവേ. അതാണ് ഭഗവാന്റെ മകരകുണ്ടലങ്ങൾക്ക് ഭഗവാന്റെ മിനുസമുള്ള കവിൾ തടത്തിലത്തെ ശോഭ കൊണ്ടാണ് മിന്നണതെന്ന് വേദവ്യാസർ പറഞ്ഞിട്ടുള്ളത്. നമ്മളൊക്കെ സ്വർണത്തിൻ്റെ കൊടുക്കടുക്കൻ അല്ലെങ്കിൽ എന്തൊക്കെ ധരിക്കണോ അതൊക്കെ നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കാനാണ്. നേരെ മറിച്ച് ഭഗവാന്റെ കാര്യം വരുമ്പോൾ മുഖകാന്തിയാണ് മകരകുണ്ടലങ്ങൾക്ക് ശോഭ കൊടുക്കണമെന്നാണ് പറയാം. അതിന് ഒരു രഹസ്യം കിടന്ന് നിൽക്കണ്ട. എന്താ? ചൈതന്യം ഉള്ളിലിരിക്കണവനല്ലേ ഒരു വസ്തുവിൻ്റെ പ്രഭ അറിയുള്ളൂ. ചൈതന്യമില്ലാത്തവൻ ശവമായ അവന് സ്വർണത്തിൻ്റെ വില അറിയോ? നമ്മൾ എപ്പോഴെങ്കിലും ഈ കാവ്യഭംഗി അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അതാണ് സത്യം. അപ്പോൾ പറഞ്ഞു, ചുണ്ടോ തൊണ്ടിപ്പഴം പോലെ കവിൾ കണ്ണാടി പോലവേ നിസ്തുലാഭയം കണ്ടം. നിസ്തുല കാരണം ഭഗവാന്റെ വായിൽ നിന്ന് ഖണ്ഡത്തിൽ നിന്ന് വരുന്ന എന്താണ് ഉപദേശക്രമങ്ങൾ നിസ്തുലം, തുല്യതയില്ലാത്തതാണ്. നിസ്തുലാഭയം കണ്ടം നീലശങ്കെന്ന പോലെ. ശംഖ് വെളുത്തിട്ടാണെങ്കിലും ഭഗവാന്റെ കഴുത്ത് ഏതുപോലെയാണ്? നീലശങ്കെന്ന പോലവേ. തിരുമാർത്തട്ടു മാഹേന്ദ്രം മണിപ്പലക പോലവേ. തിരുമാർത്തട്ട്, ആ ഉണ്ണിയുടെ മാറിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ മഹേന്ദ്രമണിപ്പലക പോലവേ. വലിയ ഒരു പർവ്വതം പറന്ന് കിടക്കണമെന്നാണ് തോന്നും. അതാണ് പരന്ന വിരിഞ്ഞ മാറ്. ഇതൊക്കെ അതിശയോക്തിയാണെങ്കിലും മനസ്സിൽ കാണാൻ സാധിക്കണം. നീണ്ടുരുണ്ടോരിളം തൃക്കൈ, നീണ്ട ഉരുണ്ട കൈകൾ, തൃക്കൈ ഒക്കെ അല്ലെങ്കിൽ അങ്ങനെ അത് കൂട്ടും, ബഹുമാനം കൂട്ടിയിട്ടാണ്. നീണ്ടുരുണ്ടോരിളം തൃക്കൈ താമരത്തണ്ട് പോലവേ. താമരത്തണ്ടിന് അത്ര വണ്ണമില്ല, പക്ഷെ ഭഗവാന്റെ കയ്യിന് വണ്ണമുണ്ട്. പക്ഷേ തണ്ട് പോലെ ഭംഗിയുള്ളതാണ്. മാൺപേറും മുതരം, കുക്ഷി സമുദ്രാണെന്ന്. മാൺപേറുമുദരം പച്ച അരയാലില പോലവേ. അതെനിക്കാ തെറ്റുപറ്റിയത്. ഇവിടെ കൃഷ്ണനെ ഉണ്ണിക്കണ്ണനെ പറയുമ്പോൾ എന്താ? അരയാലില പോലവേ. കൃശഗാത്രാണ്. മാറ് പരന്നിട്ട് ആ ആലിൻ്റെ അറ്റം വരുമ്പോൾ അതാണ് ഇടുങ്ങിയ വയറ് നടത്താം, അല്ലാണ്ട് കുംഭില്ല. മാൺപേറും മുതരം, അതായത് മാൺപേറും എന്ന് പറയുന്നുണ്ടെങ്കിൽ ദിവ്യമായിട്ടുള്ള എന്തൊക്കെ ഈ ഭൂമിയിലുണ്ടോ അതൊക്കെ ഭഗവാൻ മഹാപ്രളയം വരുമ്പോൾ എന്ത് ചെയ്യും? തൻ്റെ ഉള്ളിൽ ഒതുക്കും. അതന്നെ. അപ്പോൾ ഉണ്ണിത്തുടകളോ, ചെറിയ കൊച്ചു തുടകൾ, കൊച്ചു തുമ്പിക്കൈ എന്ന പോലവേ. ചെറിയൊരു ആനക്കുട്ടയുടെ തുമ്പിക്കൈ എങ്ങനെ ഉണ്ടാവും? എല്ലില്ലാത്തത്, കുടഞ്ഞാൽ കുടയും ഇല്ലേ? അതേപോലെ തിരുമുട്ടുകൾ മഹേന്ദ്രമണി ചെപ്പുകൾ പോലവേ. വ്യാസർക്ക് വാക്കുകൾക്ക് ക്ഷാമമില്ല. തിരുമുട്ടുകൾ മഹേന്ദ്രമണിച്ചെപ്പുകൾ പോലവേ. കുഞ്ഞിന്നോമൽ പുറവടി, പുറം മുതുക, കുഞ്ഞിന്നോമൽ പുറവടി ചെറുതാമര പോലവേ. പിഞ്ചുപാദങ്ങളോ പുത്തൻ താമരപ്പൂക്കൾ പോലവേ. ഒക്കെ താമര. അതാണ് ഈ സനാതനധർമ്മത്തിൽ താമരയ്ക്കൊരു വിശേഷതയുണ്ട്. പിഞ്ചുപാദങ്ങളോ പുത്തൻ താമരപ്പൂക്കൾ പോലവേ. ഉളി കേൾക്കുന്നു ഞാനെല്ലാം മുകിൽ വർണ്ണൻ്റെതാകയാൽ. മൂളിക്കേൾക്കുന്നു ഞാനിതൊക്കെ എന്ന് മൂളി കേൾക്കണത് എന്താ? കാർവർണ്ണനെ പറ്റി സംസാരിക്കുമ്പോൾ മനസ്സ് വേറെ പുറത്തു പോവില്ല. മുകിൽ മൂളി, അവിടെ മൂളിന്നേ ഉള്ളൂ, അതാണ് തെറ്റുപറ്റിയത്. മൂളി കേൾക്കുന്നു ഞാനെല്ലാം മുകിൽ വർണ്ണൻ്റെതാകയാൽ. ഇല്ലെങ്കിൽ ഞാൻ കേൾക്കില്ല, മിണ്ടാണ്ടിരിക്കാൻ പറയും ഞാൻ. അതാ പറഞ്ഞത്. എന്തായാലും അതിനുണ്ട് ചന്തം ഒട്ടേറെയെങ്കിലും. അതിൻ്റെ ഒരു ചന്തം പാലക്കാടൻ ഭാഷയിൽ പറഞ്ഞാൽ പറയാൻ പറ്റില്ലടോ. എന്തുണ്ടോ വിശേഷം പറയാൻ പറ്റില്ലല്ലോ.
എന്തായാലും അതിനുണ്ട് ചന്തം ഒട്ടേറെയെങ്കിലും ഉപമാനങ്ങളായി എന്തുണ്ടോ അത് വാനോർക്കുലൂഴിയിൽ. ഉപമാനങ്ങളായിട്ട് ഉപമകളായിട്ട് എന്തുണ്ടോ അത് ദേവന്മാർക്ക് ഭൂമിയിൽ വന്നാലേ കാണാൻ അറിയുള്ളൂ. ദേവന്മാർക്കും അശരീരി പോലെ എപ്പോഴൊക്കെ ഭൂമിദേവി ഗോരൂപം പൂണ്ട് സത്യലോകത്ത് പോയിട്ട് ബ്രഹ്മാവിനോടും കൈലാസത്ത് പോയിട്ട് പരമശിവനോടും ദുഃഖം പറയുമ്പോൾ ഇവരെല്ലാവരും ദേവേന്ദ്രനും കൂടി പാലാഴി കടലിൻ്റെ പാലാഴി സമുദ്രത്തിൻ്റെ തീരത്ത് പോയിട്ട് ഭഗവാനെ എന്താ പറയുക, ഹിന്ദു മന്ത്രം കൊണ്ടാന്ന് പറയാം, പുരുഷ സൂക്തം കൊണ്ട് ഭജിക്കും. അപ്പോൾ ഒരു തേജോപുഞ്ചം ബ്രഹ്മാവ് മാത്രമേ കാണുള്ളൂ, മറ്റുള്ളവരൊന്നും കാണില്ല. അർത്ഥം അറിയണം ഭാഗവതം പഠിക്കുമ്പോഴേ, മറ്റുള്ള ദേവന്മാരൊന്നും കാണില്ല. ബ്രഹ്മാവും കാണുന്നത് ഒരു തേജോപുഞ്ചം, പിന്നെ ശബ്ദവും മാത്രമേ ഉള്ളൂ. തഥാസ്തു, നിങ്ങൾ എന്താ വിചാരിക്കണത്, മടങ്ങിപ്പോവൻ, അത് ഞാൻ വേണ്ട മാതിരി ചെയ്തോളാം, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അപ്പോൾ 1000 പൂർണ്ണചന്ദ്രൻ ഒരുമിച്ചിങ്ങുദിക്കിലും കായാമ്പൂ മണിവർണ്ണൻ്റെ മുഖ സൗന്ദര്യമെന്തുമോ. ഒരു ചന്ദ്രൻ്റെ ഭംഗി തന്നെ കവികൾക്ക് പാടിയിട്ട് മാറണില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ 1000 പൂർണ്ണചന്ദ്രൻ ഉദിച്ചാലും ഒരുമിച്ചുദിക്കലും കായാമ്പൂ മണിവർണ്ണൻ്റെ മുഖ സൗന്ദര്യമെന്തുമോ. ഇല്ല 3 വട്ടം ഇല്ല. ശരിയാണെന്ന് വെച്ചിട്ട് അല്ലുര ചെയ്യുവതീവിധം വാഗ്മനസ്സുകൾ മിന്നിപ്പാൻ ഇതല്ലാതെ എന്തു മല്ലികേ. ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞാലും അതൊന്നും പോരാ, അതാ പറഞ്ഞത്. എന്താ, ശരിയാണെന്ന് വെച്ചിട്ടുള്ളുര ചെയ്യുവതീവിധം വാഗ്മനസ്സുകൾ. വാക്കിനും മനസ്സിനും എത്തപ്പെടാൻ പറ്റില്ലല്ലോ ഭഗവാന്റെ സൗന്ദര്യം വർണ്ണിക്കാൻ. മിന്നിപ്പാൻ ഇതല്ലാതെ എന്തു മല്ലികേ. സാക്ഷാൽ വാൽമീകിയാൽ പോലും അവർണ്യം അതിസുന്ദരം. രാമായണ ഇതികർത്താവായിരിക്കുന്ന വാൽമീകിക്ക് കൂടി ഈ ശ്രീകൃഷ്ണൻ്റെ സൗന്ദര്യം വർണ്ണിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേദവ്യാസർ ഞാനാണ് മേലേതാ വരളേണ്ട താല്പര്യം. ആരാ വേദവ്യാസർ? സാക്ഷാൽ ശ്രീഹരി തന്നെ, അതറിയണം. സാക്ഷാൽ ശ്രീഹരി തന്നെ, ശ്രീകൃഷ്ണ ദ്വൈപായനൻ എന്നുള്ള പേരിന് അധികാരിയാണ് അദ്ദേഹം, അല്ലേ? സാക്ഷാൽ വാൽമീകിയാൽ പോലും അവർണ്യം അതിസുന്ദരം. കുഞ്ഞൻ്റെ രൂപമാധുര്യം ഒരു തെല്ലുള്ളിലേൽക്കയാൽ. ഒരു തുള്ളി സൗന്ദര്യം നമ്മുടെ ഉള്ളിൽ ഏൽക്കാരനാണ് നമ്മൾക്ക് ആ മധുര സ്മരണകൾ നമ്മുടെ നാവിൻ്റെ തുമ്പിൽ വരുന്നതെന്നാണ് പറഞ്ഞത്. എത്രയാണ് ഹിമാലയ പർവ്വതം പോലെ, ആകാശം പോലെ, സമുദ്രം പോലെ ആഴവും പരപ്പും അറിയാത്ത ഭഗവാന്റെ സൗന്ദര്യത്തിൻ്റെ ഒരു തുള്ളി എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് എനിക്ക് ഇത്ര പറയാൻ പറ്റണതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കുഞ്ഞിൻ്റെ രൂപമാധുര്യം ഒരു തെല്ലുമുള്ളിലേൽക്കയാൽ, ഒരു തുള്ളി ഏൽക്കയാൽ എന്തോ ചൊല്ലുന്നു ഞാൻ നിന്നോട്. ഈ നാമമട്ടിലല്ലയോ പരസ്പരം ഇതല്ലാതെ നമുക്കെന്തുര ചെയ്യുവാൻ. ശ്രീകൃഷ്ണൻ്റെ ആകാരങ്ങളെ പറ്റിയിട്ടും സൗഭാഗ്യത്തെ പറ്റിയിട്ടും ലീലാകടാക്ഷത്തിനെ പറ്റിയിട്ടും ദൈവീക സമ്പത്തായിരിക്കുന്ന ആ ഭഗവാന്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് നമ്മൾക്ക് വേറെ എന്ത് കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ? ഒന്നുമില്ല. വേറെ ഒന്നും. എന്തൊക്കെ നമ്മൾ സംവാദം നടത്തിയാലും വല്ല ഫലം വേണോ? ഈശ്വരീയത ആയിരിക്കണം. അങ്ങനെ പറഞ്ഞു. മധുമൊഴികളാം ഗോപികമാർ, മധുരമൊഴികളാൽ. ഭഗവാനെ പറ്റി പറയുമ്പോൾ ആ വാക്കുകൾ എന്താ? മധുരമൊഴികളാം ഗോപിമാർ. മാമറപ്പൂ വേദങ്ങളെന്നർത്ഥം. മാമറപ്പൂ മധുരിമയോലും മാധവൻ തൻ ചരിത്രം അതു നിലയുരച്ചും കേട്ടും ഓർത്തോർത്തും അമ്പാർന്നതും ഇത പരമാനന്ദത്തിൽ നീന്തിച്ചു ലോകം. ഇവിടെ ശ്രവണം, കീർത്തനം, മനനം എന്നുള്ളതാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ശ്രവണം, മനനം, ധ്യാനം.
അതു നിലയുടെ ഉരച്ചും പറഞ്ഞു കേട്ടും ഓർത്തോർത്തും അമ്പാർന്ന് തുലിത പരമാനന്ദത്തിൽ തുല്യതയില്ലാത്ത പരമാനന്ദത്തിൽ നർത്ഥം തുലിത പരമാനന്ദത്തിൽ നീന്തിച്ചു ലോകം. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനെ ലീലാകാണ്ഡേ സപ്തദശ സർഗ 17-ാം സർഗം സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.